റെഡ് കെയർ വീഴ്ച ഏറ്റുപറഞ്ഞ് ഡിവൈഎഫ്ഐ. പി ബിജുവിന് സ്മാരകം നിർമ്മിക്കുന്നതിൽ വീഴ്ച പറ്റി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടനാ റിപ്പോർട്ടിലാണ് വീഴ്ച ഏറ്റുപറഞ്ഞിരിക്കുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, പി ബിജുവിന്റെ പേരിൽ റെഡ് കെയർ എന്ന ഒരു സ്ഥാപനം, ജീവകാരുണ്യ പ്രവർത്തനത്തിനായ ഒരു സ്ഥാപനം നിർമ്മിക്കാൻ നേരത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. 2021 അതിന്റെ നിർമ്മാണം തുടങ്ങിയതാണ്. പക്ഷെ ഇതുവരെ പൂർത്തിയായില്ല. വാർത്ത ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ അത് സ്വയം വിമർശനപരമായും ബ്ലോക്ക് കമ്മിറ്റിയുടെ വീഴ്ചയായും ഡിവൈഎഫ്ഐ ഏറ്റുപറയുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ അഭിമാന പദ്ധതിയാണ് റെഡ് കെയർ പി ബിജു സ്മാരക മന്ദിരം. ഈ സമ്മേളന കാലയളവിൽ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിന് പ്രധാനമായ കാരണമായി പറയുന്നത് വയനാട് ദുരന്തമുണ്ടായതോടുകൂടി ആ ഇനത്തിൽ മാത്രം, അവിടെ വയനാട്ടിലേക്ക് മാത്രം 83 ലക്ഷം രൂപ ഡിവൈഎഫ്ഐ സമാഹരിച്ചു നൽകി. DC പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. നെടുമങ്ങാട് പേരുക്കട കമ്മിറ്റികൾ മാത്രമാണ് ഈ സാഹചര്യത്തിൽ ഫണ്ട് സമാഹരണം പൂർത്തിയാക്കിയത്. നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി മുഴുവൻ തുകയും പേരുക്കട ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച തുകയും ചേർത്ത് നൽകിയെങ്കിലും മറ്റുള്ള കമ്മിറ്റികൾ ചാല, വിളപ്പിൽ, വിതുര, കിളിമാനൂർ, നേമം, കോവളം, നെയ്യാറ്റിൻകര, വെഞ്ഞാറമൂട് കമ്മിറ്റികൾ വേണ്ട രീതിയിൽ പ്രവർത്തനം ഏറ്റെടുത്തില്ല. മറ്റു കമ്മിറ്റികൾ ബംഗലപുരം, ആറ്റിങ്ങൽ, വെള്ളറട കമ്മിറ്റികൾ ഈ പ്രവർത്തനം നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത്. ഏതായാലും ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ടാണ് ഈ റെഡ് കെയർ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തത്. ബിജുവിന്റെ അടുത്ത ഓർമ്മദിനത്തിന് മുന്നിൽ നവംബർ 4 മുമ്പ് തന്നെ ഇത് പൂർത്തീകരിക്കും. ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് ജില്ലാ കമ്മിറ്റി സ്വയം വിമർശനപരമായി അത് അംഗീകരിക്കുന്നുവെന്നാണ് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. പി ബിജുവിന് സ്മാരകം നിർമ്മിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് ഡിവൈഎഫ്ഐ ഏറ്റുപറയുകയാണ്. പി ബിജുവിന്റെ ഓർമ്മ മന്ദിരം പാതി വഴിയിലെന്ന റിപ്പോർട്ട് നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. തറക്കല്ലിട്ട് 5 വർഷങ്ങൾക്ക് ശേഷവും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഡിവൈഎഫ്ഐ നേതൃത്വത്തിന്റെ അലംഭാവത്തിൽ കടുത്ത അമർഷമാണ് ഉയരുന്നത് എന്ന റിപ്പോർട്ട് ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ തെറ്റ് സമ്മതിച്ച് രംഗത്ത് വരുന്നത്. അടുത്ത ഓർമ്മദിനത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കും എന്നതാണ് ഇപ്പോഴത്തെ അവകാശവാദം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.